ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു. ധൈര്യം പതഞ്ഞു നിന്ന ജീവിതം, ഗുരുവിൻ മനം കവർന്ന ജീവിതം. ധൈര്യം പതഞ്ഞു നിന്ന ജീവിതം, ഗുരുവിൻ മനം കവർന്ന ജീവിതം. പരസേവനം പകർന്ന ജീവിതം, സുവിശേഷ ദീപ്തിയാർന്ന ജീവിതം. ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു. മാർത്തോമാ നീ തെളിച്ച മാർഗത്തിലായിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഭാരതം കതിരു കണ്ടു. ഇരുളിൽ പ്രകാശമായി വിടർന്നു നീ, മരുവിൽ തടാകമായി വിരിഞ്ഞു നീ. ഇരുളിൽ പ്രകാശമായി വിടർന്നു നീ, മരുവിൽ തടാകമായി വിരിഞ്ഞു നീ. സുരലോക പാത നരനു കാട്ടുവാൻ ഒരു ദേവദൂതനായി. കൂട്ടായ്മ എന്ന് പറയാം നമ്മുടെ സെന്റ് തോമസ് കൂട്ടായ്മ. കാരണം ഞങ്ങൾ എപ്പോഴും അഭിമാനത്തോടെ പറയാറുള്ളതാണ്, പള്ളിയും മഠവും എല്ലാം ഉൾപ്പെട്ടതാണ് സെന്റ് തോമസ് കൂട്ടായ്മ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ഒരു അനുഗ്രഹമുള്ള കൂട്ടായ്മയാണ്. കാരണം ഞങ്ങൾക്ക് വേണ്ട എന്ത് നിർദ്ദേശങ്ങൾ തരാനും നമുക്ക് തൊട്ടടുത്ത് പള്ളി അച്ഛനും സിസ്റ്റേഴ്സും എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ സെന്റ് തോമസ് കൂട്ടായ്മ. അതിൻ്റെ അഭിമാനത്തോടെയാണ്, ചെറിയൊരു അഹങ്കാരത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇത്തരത്തിൽ സെന്റ് തോമസ് കൂട്ടായ്മയുടെ സത്യത്തിൽ പറയുകയാണെങ്കിൽ രണ്ടാമത്തേതാണ് അല്പം സ്റ്റേജിൽ ഇങ്ങനെ ഒരു വാർഷിക ആഘോഷം നടത്തുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ടാമത്തേതാണ്. ഇത് മറ്റു കൂട്ടായ്മകളും തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഈ പ്രാവശ്യം അങ്ങനെ ഒരു ആഗ്രഹം പറയുകയുണ്ടായി കൂട്ടായ്മ വന്നപ്പോൾ. അതിന് പ്രകാരമാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ കൂട്ടായ്മയുടെ ഒരു വാർഷികാഘോഷം ഈ രീതിയിൽ. വിശ്വാസത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സെന്റ് തോമസ് കൂട്ടായ്മയുടെ ഈ വാർഷികാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ ലിസിറ്റിനെ
സിസ്റ്റേഴ്സിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സിസ്റ്റർ മനോജ്ഞ ആൻഡ് സിസ്റ്ററൊന്നുമില്ല, അത്രയ്ക്കും വിലപ്പെട്ടതാണ് സാറിൻ്റെ നമ്മുടെ ചെല്ലാറൂർ ഇടവകയിലെ റോൾ. അതിന് യാതൊരു സംശയമില്ല. കുട്ടികളുടെ വിശ്വാസ പ്രശാനത്തിൻ്റെ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ് സാറ്. നമുക്ക് പറയാം, നമ്മൾ അടുത്തതായിട്ട് ജോയിച്ചേട്ടനെയും ജോഷിയെയും നമ്മുടെ സെന്റ് തോമസ് കൂട്ടായ്മയിലെ പേരെടുത്ത് പിന്നെ പറഞ്ഞോളൂ. നമ്മുടെ അച്ഛന്മാരും അമ്മച്ചിമാരും കൂടെയുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് അവരെ ഈ ഫ്രണ്ട് റോയിൽ ഇരിക്കുന്നത് കാണാൻ. ഈ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അവരെ ഈ സെന്റ് തോമസ് കൂട്ടായ്മയുടെ നമ്മുടെ കൂട്ടായ്മയുടെ ഈ വാർഷികാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒത്തിരി കാര്യങ്ങൾ അറിയിക്കാനുണ്ടായിരുന്നു. എല്ലാത്തിനും സെന്റ് തോമസ് കൂട്ടായ്മ ചില സമയത്ത് അമ്മച്ചിമാരുടെ ആവശ്യമാണെങ്കിൽ അവർ ഇഷ്ടം പോലെ നമ്പറുണ്ട്, നമുക്ക് കൃത്യമായിട്ട് വന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളെയും ഒത്തിരി സന്തോഷത്തോടെ നമ്മുടെ ഈ വാർഷികാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2023-24 വാർഷിക റിപ്പോർട്ട് നിങ്ങളെ ഒരു ഇടവകയായി ഉയർത്തപ്പെട്ട ദേവാലയമാണ് ചെല്ലാർകോവിൽ മാർസ്ലിവ ദേവാലയം. ഇടവക സമൂഹങ്ങളെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചൈതന്യത്തിലേക്കും പ്രവർത്തന ശൈലിയിലേക്കും തിരികെ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമാണ് ഇടവക കൂട്ടായ്മകൾ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ദിവ്യമായ സ്നേഹത്തിലുള്ള ഒത്തുചേരലാണ് കുടുംബം. സ്ഥിരത, പരസ്പരമുള്ള ജീവിത ബന്ധങ്ങൾ എന്നിവ സമൂഹത്തിലുള്ള സ്വാതന്ത്ര്യത്തിനും സുരക്ഷിതത്വത്തിനും സാഹോദര്യത്തിനും അടിത്തറവാകുന്നു. കുടുംബത്തിലെ ജീവിതം സാമൂഹ്യ ജീവിതത്തിലേക്കുള്ള ഒരു തുടക്കവും കൂടിയാണ്. കാലങ്ങളേറും ഈ ലോകവീഥിയതിൽ യേശുവമിടയൻ കൂടെയുണ്ട്. കൺമണി പോലെ കാത്തിടുവാൻ യേശുവമിടയൻ കൂടെയുണ്ട്. കൺമണി പോലെ കാത്തിടുവാൻ നൂകൾ നിറയും മരുഭൂയാത്രയതിൽ കാലങ്ങളേറും ഈ ലോകവീഥിയതിൽ യേശുവമിടയൻ കൂടെയുണ്ട്. കൺമണി പോലെ കാത്തിടുവാൻ കൂടെയിരിക്കും കൂരിരുൾ താഴ്വരയിൽ വിരുന്നൊരുക്കും വിജനമ വഴികളിലും കൂടിയിരിക്കും കൂരിരുൾ താഴ്വരയിൽ വിരുന്നൊരുക്കും വിജനമ വഴികളിലും കരുണയിലുറവേ കരുതലിൻ കനിവേ എന്നാളും നീ എൻ്റെ ദൈവം. കരുണയിലുറവേ കരുതലിൻ കനിവേ എന്നാളും നീ എൻ്റെ ദൈവം.
ആദ്യത്തെ വാർഷികമാണ്. അതിൽ പങ്കെടുക്കുവാനായിട്ട് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് സെന്റ് തോമസ് ഡേ ആണ്. തോമസ് ശ്ലീഹായുടെ മരണത്തെ അനുസ്മരിക്കുന്ന ദിവസമാണ്. തോമസ് ശ്ലീഹായെ കുറിച്ച് ആരംഭത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. 3 സ്ഥലത്താണ് തോമസ് ശ്ലീഹായെ കുറിച്ച് പ്രധാനമായിട്ടും പ്രസ്താവിക്കപ്പെടുന്നത്. ശിഷ്യന്മാരുടെ പേര് പറയുന്നുണ്ട്. അതുകൂടാതെ തോമസ് ശ്ലീഹ ഇടപെടുന്ന 3 രംഗങ്ങൾ അവരുടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈശോയുടെ പിതാവിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ അവിടുത്തെ നിയമിക്കുവാനുള്ള വഴി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് ഉള്ളിലുണ്ടായ സംശയം അത് സ്വാഭാവികമായി പ്രകടിപ്പിച്ചുകൊണ്ട്, കൃത്രിമമില്ലാതെ പ്രകടിപ്പിച്ചുകൊണ്ട് തോമസ് ശ്ലീഹ തന്റെ ദൈവത്തെ അന്വേഷിക്കുന്നതിനുള്ള ആ മനോഭാവം പ്രകടമാക്കി. രണ്ടാമതായിട്ട് ലാസറിന്റെ മരണത്തിൽ അവരോടുകൂടി പോയി നമുക്ക് മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ടെത്തിയ വിജ്ഞാനത്തെ മുറുകെ പിടിക്കാനും അതിനുവേണ്ടി ഏത് ത്യാഗം സഹിക്കുവാനും തോമസ് ശ്ലീഹ തയ്യാറായി മുന്നോട്ട് വന്നു. അവസാനമായിട്ട് വിശ്വോത്ഥാനത്തിന് ശേഷം എന്റെ കർത്താവേ, എന്റെ ദൈവമേ, പടത്തിന്റെ താഴെ വിഭാഗം എഴുതി കാണുന്ന വാചകങ്ങളാണ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് യേശുവിലുള്ള വിശ്വാസം ഏറ്റവും സമഗ്രമായിട്ട് അവതരിപ്പിക്കുവാനും ഏറ്റുപറയുവാനും തോമസ് ശ്ലീഹ തയ്യാറായി. ആ തോമസ് ശ്ലീഹായുടെ പക്കൽ നിന്നാണ് നമുക്ക് വിശ്വാസം കരകരം അറിയിക്കുക. AD 52 തോമസ് ശ്ലീഹ കേരളത്തിൽ വന്നത് എന്നാണ് പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുക. ഈശോയുടെ മരണം ഒരു വിഷയം അടുത്ത കാലഘട്ടത്തിലുമാണ്. പിന്നീടാണ് ഉണ്ടാവുന്നത്. കൃത്യമായ വിവരങ്ങളല്ല. എന്നാൽ പോലും 30-35 കാലഘട്ടത്തിലായിരിക്കണം വിശ്വസിക്കുക. അതിനു ശേഷം 22 വർഷങ്ങൾക്ക് ശേഷമാണ് കൊടുങ്ങല്ലൂരിൽ തോമസ് ശ്ലീഹ എത്തിച്ചേരുക. അപ്പൊ അതിനു മുമ്പ് മറ്റു പല സ്ഥലങ്ങളിലും തോമസ് ശ്ലീഹ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. ഇറാഖ് പ്രദേശത്തൊക്കെ ഒരുപക്ഷെ അതായി മാറിയിരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അവിടെ ഒരുപക്ഷെ പ്രസംഗിച്ച ശേഷമായിരിക്കും പാകിസ്ഥാനിലെ പെഷവാർ സ്ഥലത്തുകൂടി കടന്നുപോയി എന്നാണ് പറയുക. ഗുജറാത്തിലെ കച്ച് പ്രദേശങ്ങളിലൂടെ തോമസ് ശ്ലീഹ കടന്നുവന്നു. ഒരുപക്ഷെ ഭാരതത്തിലേക്കുള്ള വഴിയുടെ ഭാഗങ്ങളായിരിക്കും ഇതൊക്കെ. എന്നാൽ തോമസ് ശ്ലീഹയുടെ പേരിലുള്ള പള്ളികൾ, തോമസ് ശ്ലീഹ സ്ഥാപിച്ച പള്ളികളെന്ന് അറിയപ്പെടുന്നു 7 പള്ളികളിൽ 7 പള്ളികളും കേരളത്തിൽ തന്നെയാണ്. തോമസ് പള്ളിക്കാരായ വിജി തോമസ് കുന്നേൽ ആർട്ടിൻ തങ്കമ്മ വർക്കി പട്ടണക്കാരായിരുന്നു. ത്രേസ്യാമ്മ കുര്യൻ പേക്കാവൻ.
മറിയം കെ മാത്യു വട്ടേരി. കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ പോയിട്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൊച്ചുമക്കൾ, യുവജനങ്ങൾ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ ദിവസത്തിൻ്റെ മംഗളങ്ങൾ അറിയിക്കുകയാണ്. നമുക്ക് പരിഹരിച്ചിരുന്ന സ്വാഭാവികമാണ് ഈ ഒരു ചെറിയ വളരെ ലളിതമായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഏകീകരണ കുർബാനയൊക്കെ അർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എത്ര മഹത്തരവും മനോഹരവുമാണ് നമ്മുടെ ആരാധനകളൊക്കെ എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊച്ചു പിള്ളേർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ അച്ഛനത് കുർബാന പറ്റി അത് പറയുകയുണ്ടായി. എനിക്ക് തന്നെ അത് വളരെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിപ്പിക്കും കുറച്ചുകൂടെ പിള്ളേർക്ക് മനസ്സിലാവുകയില്ലാത്ത രീതിയിലാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. അത് വളരെ കൃത്യമായിട്ട് വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞ് മനസ്സിലാക്കി മകനും മകളുമായിട്ട് ജയിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ച നമ്മൾ ഓരോരുത്തരും ഇന്ന് മാസമാസികമായ ഉദ്ഘാടനത്തിന് നാളിൽ നമ്മളിവിടെ ചേർന്നിരിക്കുകയാണ്. ഈ കൂട്ടാനുള്ള തോമസ് നാമധാരികൾക്ക് ആദ്യമായിട്ട് തന്നെ അവർക്ക് മംഗളങ്ങൾ നേരുന്നു. നമ്മൾ ഇന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ തോമാസികയുടെ ഭരണ ദിവസത്തെയാണ് നമ്മൾ നാൾ ആഘോഷിക്കുന്നത്. ഈ ശ്രീസാമ പോലെ ഈ ദിവസം നമ്മളിങ്ങനെ ആഘോഷിക്കുമ്പോൾ നമ്മളിവിടെ ഒന്നിച്ചിരിക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ശ്രീസാമ കാരണസാധമാണ്. എന്നും ദൈവത്തെ അർപ്പിക്കുന്ന, എന്നും മുടങ്ങാതെ ഒരു ദിവസം പോലും മുടങ്ങാതെ ദൈവത്തെ അർപ്പിക്കുന്ന ഒരു കൂട്ടായ്മ, ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു കൂട്ടായ്മ. ഈ കൂട്ടായ്മകളെല്ലാവർക്കും 5 മിനിറ്റ് നടന്നാൽ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ സംബന്ധിക്കാം. 5 മിനിറ്റിൽ കൂടുതൽ വീട്ടിൽ നിന്ന് നടന്നു വരുന്നവർക്ക് പോലും താമസം കഴിയുകയില്ല ഈ വായത്തിൽ എത്തിച്ചേരാൻ. നിങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. വളർച്ചയ്ക്ക് സഹായമാകുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ ജീവന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് ഈ അൾത്താരയിൽ നിന്ന് ലഭിക്കും. ഇന്നേ ദിവസം നിങ്ങളോട് പറയുവാണ് ഈ പരിശുദ്ധ കുർബാനയുടെ വില മനസ്സിലാക്കിക്കൊണ്ട്, ഈ അൾത്താരയിൽ നടക്കുന്ന ഓരോ ദിവ്യതയുടെയും വില മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ പ്രഭാതം നമുക്ക് ഈ ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുവാനുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. ഈ ദിവസം, ഈ നല്ല ദിവസം, അങ്ങനെ ഒരു നല്ല ചിന്ത നമ്മൾ രൂപപ്പെട്ട് വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ദേവാലയത്തിൽ വന്നാൽ ആ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുകയാണ്. നമ്മൾ അനുഭവിക്കുന്ന വിശ്വാസം, നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ നമ്മളെ സ്വായത്തമാകുന്ന ആ വിശ്വാസം, ഈ വിശ്വാസമെല്ലാം, ഈ വിശ്വാസത്തിൻ്റെ എല്ലാം വളർച്ച നമ്മുടെ ഇടവക ദേവാലയത്തിൽ നിന്ന്, ഈ ഇടവകയിൽ നിന്ന്, അൾത്താരയിൽ നിന്നാണ് ഈ ദേവാലയത്തിൽ നിന്ന്. ഈ മരണത്തിനും അപ്പുറം നമ്മൾ വിശ്വസിക്കുന്ന നിത്യജീവൻ, ആ നിത്യജീവനെ പറ്റി നമ്മൾ പറയും മരണശേഷം. നമ്മളിപ്പം പലതരത്തിലുള്ള ആൾക്കാരാണ്. ചിലർ പറയും മരണശേഷം സ്വർഗത്തിൽ പോകാൻ സ്വർഗമുണ്ട്, കുഴപ്പമില്ല, അവിടെ ദൈവമുണ്ട്. ഇവിടെ ചിലർ പറയുന്നു അതൊക്കെ വെറുതെയാണ്, അതൊക്കെ ഇവിടെ കൊണ്ട് തീരാനുള്ളതേ ഉള്ളൂ, നമ്മുടെ ജീവിതം ഇവിടെ കൊണ്ടൊക്കെ തീരും, അതിനപ്പുറം ഒന്നുമില്ല. അങ്ങനെയൊക്കെ പല തരത്തിൽ ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അത് ഒരു ആക്ഷൻ സോങ് ആണ്. അവതരിപ്പിക്കുന്നത് കീർത്തന ആൻഡ് കൃപ പേരമറ്റം. ും
കുഞ്ഞാടി
ഈ നിമിഷം ഞാനൊരു ചെറിയ കഥാപ്രസംഗ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അഭിവാദനങ്ങൾ നിങ്ങൾക്ക്, അഭിവാദനങ്ങൾ നിങ്ങൾക്ക്, വിടരാലെമ്പും മൊട്ടുകളിവിടെ വസന്തമേരിയൊരുക്കി, നിങ്ങൾ നിങ്ങൾ ലോകത്തിൽ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും എന്റെ ക്രിസ്തുനാഥനെ ആഹ്വാനം സ്വീകരിച്ച് ഒലിവുപൂക്കളുടെ സുഗന്ധവും ഗോതമ്പുകളുടെ സമൃദ്ധിയും മുദ്രയോടുകളുടെ തിരക്കോട് നിറഞ്ഞ ഗിരികളുടെ താഴ്വാരങ്ങളിൽ മന്ത്രികളാൽ മുദ്രിതമായ ആർഷഭാരത്തോടെ വിശ്വാസത്തിൽ ദീർഘശിശിയുമായി മാർത്തോമാ സ്ലീഹ കടന്നു വന്നു. ഗലീലയിൽ ജനിച്ച് മൈലാപ്പൂരിൽ മരിച്ച ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ വരാൻ ഇരട്ടപ്പെട്ടവരുടെ നഷ്ടപ്പെട്ട ദീമോസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. തന്റെ കണ്ണുകൾ കൊണ്ട് കാണുകയും കാതുകൾ കൊണ്ട് കേൾക്കുകയും വിരൽ കൊണ്ട് സ്പർശിച്ച് ഹൃദയം കൊണ്ട് അറിയുകയും ചെയ്ത കാര്യങ്ങളാണ് സ്ലീഹ നമ്മെ അറിയിച്ചത്. ക്രിസ്തുവിന്റെ തിരുമുറകളിൽ സ്പർശിച്ച് വിശ്വസിക്കുന്ന വിശുദ്ധ തോമാസ് സ്ലീഹയുടെ ചിത്രം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. വലതീശ്വരൻ നിലനിൽക്കുന്ന ഭീകര സാഹചര്യത്തിൽ ഈശ്വരാത്മന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അവനോട് കൂടി മരിക്കാം എന്ന് ചങ്കലപ്പോടെ ഏറ്റുപറഞ്ഞ വിശുദ്ധ തോമാസ് സ്ലീഹയുടെ ധീരതയാണ് ഇന്ത്യ പോലുള്ള വിദൂര ദേശങ്ങളിൽ ചെന്ന് ക്രിസ്തുവിനെ സദയം പ്രസംഗിക്കുവാൻ ശിഷ്യന്മാരെ പ്രേരിപ്പിച്ചത്. സംശയവും വിശ്വാസവും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. സംശയത്തിന്റെ ശരിയായ പ്രതികരണത്തിന് നമ്മെ ആഴമായ വിശ്വാസത്തിലേക്ക് നയിക്കാനുള്ള കഴിവുണ്ടെന്ന് സ്വന്തം ജീവിതത്തിലൂടെ ആ പുണ്യകാലം കാട്ടിത്തന്നു. ഞാൻ അറിയുന്നു പഴയ സത്യം ജീവൻ എന്ന ക്രിസ്തുവിന്റെ അതിമനോഹരമായ പ്രഖ്യാപനത്തിന് നിമിത്തമായി വിശുദ്ധ തോമസ് തന്നെയായിരുന്നു. 1 നൂറ്റാണ്ടിലായിരുന്നു ക്രിസ്തുവിന്റെ ഊർജ്ജ ശിഷ്യനായ ഈ പുണ്യദാനം ജനിച്ചത്. എത്യോപ്യ, റഷ്യ എന്നിവിടങ്ങളിലെ സുവിശേഷ പ്രഘോഷണങ്ങൾക്ക് ശേഷം ഉദ്ധിതനായ യേശുവിനെ കുറിച്ചുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയെ നെഞ്ചിലേറ്റി കടൽ കടന്ന് സുവിശേഷ ദീപവുമായി 7 കേരളത്തിന്റെ കുടിമയിലൂടെ അദ്ദേഹം കാലു
പിതാവിന്റെ സ്നേഹവും അദ്ദേഹം പ്രാർത്ഥനകളെ പകർന്നു നൽകി. വിശുദ്ധ തോമസ് ലീഗ സ്ഥാപിച്ച പള്ളികൾ 7 പള്ളികൾ എന്നാണ് അറിയപ്പെടുന്നത്. കുടികല്ലൂർ, പാലയൂർ, പറവൂർ, കോക്കമംഗലം, നിരണം, കൊല്ലം, ചായം എന്നിവിടങ്ങളിലെല്ലാം അദ്ദേഹം പള്ളികൾ സ്ഥാപിച്ചു. ശങ്കരപുരി, ഭഗവാന്റെ കദളിക്കാവ് എന്നീ പ്രശസ്ത ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് അദ്ദേഹം മാമോദീസ നൽകി. തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് ക്രിസ്തുവർഷം 72 ശത്രുക്കളുടെ ശൂലമേറ്റ് വിശുദ്ധ തോമസ് ലീഗ രക്തസാക്ഷിയായി എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീ എന്നെ കണ്ടുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതേ പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ നേരിട്ട് കാണാൻ വിശ്വസിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് എത്തിച്ചു തന്നത് നമ്മുടെ പിതാവായ മാർ തോമസ് ലീഗയാണ്. അദൃശ്യമായ പ്രസാദത്തെ സൂചിപ്പിക്കുന്ന ദൃശ്യമായ അടയാളങ്ങൾ വിശ്വസിക്കുന്നവരാണ് നാം ഓരോരുത്തരും. വിശ്വാസത്തിന്റെ വിഷക്കാറ്റുകൾ ആഗ്രഹിക്കുമ്പോൾ അതിലൊന്നും തടയാതെ പതരാതെ നമ്മുടെ പിതാവായ മാർ തോമസ് ലീഗ നമുക്ക് പകർന്നു നൽകിയ വിശ്വാസദീപം മാർ തോമസ് നമുക്ക് വരും തലമുറകൾക്ക് പകർന്നു നൽകാം. ദൈവത്തിന്റെ ദൈവിക കാര്യങ്ങൾക്കും സത്യവിശ്വാസത്തിന് പ്രാധാന്യം കൽപ്പിക്കാത്ത ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ കർത്താവും ദൈവവുമായി ഏറ്റുപറഞ്ഞ് സ്വന്തം ഹൃദയത്തെ കൊണ്ട് മുദ്ര വെച്ച ഭാരതത്തിലെ അപ്പസ്തോലൻ നമ്മുടെ പിതാവുമായ മാർ തോമസ് ലീഗയുടെ വിശ്വാസ ജീവിതശൈലി നമുക്ക് സ്വന്തമാക്കാം. കാലങ്ങൾക്ക് മുമ്പേ നടന്ന വിശ്വാസ വെളിച്ചം പകർന്ന ആ കഥയുടെ കാര്യങ്ങളെ നമുക്ക് ഒപ്പിക്കൊള്ളാം. വിശ്വാസ ഭീഷണിയാൽ ഈ കാലഘട്ടത്തെ പ്രകാശിപ്പിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അടിക്കാം മക്കളെ, അടിക്കോടാ. ആണ്
പോക്കും നാട്ടിൽ നിന്നും ഒരു നാൾ പണ്ടൊരു കടലും കടന്നു വന്നു മിശിഹാതൻ പ്രിയ ശിഷ്യൻ യേശു മിശിഹാതൻ പ്രിയ ശിഷ്യൻ കറുത്ത പൊന്നിൻ നാട്ടിൽ ഈ സമർപ്പിതൻ താവാട്ടിൽ കരഞ്ഞു വാഴും യുക്തിരവൻ ഒരു ഗാനമാണ് ഗാനമാലപിക്കുന്നതിനായി സാൻഡ്ര റോയലിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ശ്രമം സ്വീകരിച്ച് ഈ കൂട്ടായ്മയിലേക്ക് കടന്നുവന്ന് നമ്മുടെ കൂട്ടായ്മ വാർഷികം ഉദ്ഘാടനം ചെയ്തു നല്ലൊരു സന്ദേശം നൽകി നമ്മളെ അനുഗ്രഹിച്ച നമ്മുടെ ഈ കൂട്ടായ്മ നാമത്തിൽ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മ നിർമ്മാണത്തിനായി പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഈ പരിപാടികൾ പങ്കാളികളാക്കുന്ന ആദ്യം മുതലേ നമ്മുടെ പ്രോഗ്രാമാണ് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എല്ലാം അവതരിപ്പിക്കാൻ ശ്രമിച്ച നമ്മുടെ ഈ കൂട്ടായ്മ നാമത്തിലെ
മലയാറ്റൂരിൽ മാമലമുകളിൽ വാഴും പ്രിയതാതാ, നൽവരങ്ങൾ ചൊരിയും നന്മകളരുളും മാർത്തോമാ ശ്ലീഹാ.